സുധി കിരാനൂർ കരിന്തളം പഞ്ചായത്തിൽ ചേമ്പേന മയ്യങ്ങാനം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ്. ഈ ഗുഹേനെ പറ്റി പറയുമ്പോൾ ഒരു 15 വർഷം മുമ്പ് ജിയോളജിയും ആർക്കിയോളജിക്കൽ സർവേയും അങ്ങനെയുള്ള പരിപാടികളെല്ലാം വന്നിട്ട് ഇവിടെ അതിന് ഈ ഗുഹയെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് കുട്ടികൾക്ക് പഠനം നടത്തുന്ന രീതിയിൽ ഇതിനകത്ത് നിന്ന് പല അവശിഷ്ടങ്ങളുമെല്ലാം കണ്ടെടുത്തുകൊണ്ട് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലേക്കാണ് അതിൻ്റെ ഭാഗങ്ങളെല്ലാം കൊണ്ടുപോയിന്. അങ്ങനെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുകയും ഈ ഗുഹയെപ്പറ്റി വലിയ രീതിയിലുള്ള പഠനങ്ങളെല്ലാം നടത്തിയിട്ട് ഒരു വർഷം അതിന് ശേഷം ഇവിടെ കാടെല്ലാം മൂടി അതെന്തായി എന്നില്ല തന്നെ ഇടയിലെ ആൾക്കാർക്കൊന്നും അറിയില്ല. അതാണ് ഈ ഗുഹേനെ പറ്റിയിട്ട് പറയാനില്ല. ഈ ഗുഹ 2000 വർഷം മുമ്പുള്ള ഗുഹയാണ്, മുനിമാർ താമസിച്ച ഗുഹയാണെന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ പഠനത്തിന് വേണ്ടിയിട്ടും പിന്നെ ഈ ഗുഹയെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. അതിൽ പിന്നെ അതെങ്ങനെ എന്തോ അതിനെപ്പറ്റി ഇവരെ പഠനങ്ങളൊന്നും തന്നെ പറയുന്നതും കേൾക്കുന്നില്ല. ഇതെല്ലാം കാട് മൂടി ഇങ്ങനെ ആയതാണ്. എൻ്റെ പേര് ഹരീഷ് എന്നാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് വീട്. കുളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഗുഹ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഗുഹ കണ്ടെത്തുകയും ഇതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലും 1-2 പ്രാവശ്യങ്ങൾ ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടുതൽ എണ്ണം കണ്ടെത്തുന്നത് ഈ ഏരിയയിലാണ്. അത് ശിലായുഗ സംസ്കാരത്തിൻ്റെ കാലത്ത് ഇവിടെ പിന്നെ മുനിമാർ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് പറയപ്പെടുന്നത്. ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു 15-ൽ കൂടുതൽ ഗുഹകളുണ്ട്. ഞാനെല്ലാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഏകദേശം ഈ ഗുഹകൾ കണ്ടെത്തിയത്. ആ സമയത്ത് നമ്മുടെ നെഹ്റു കോളേജിലെ പിന്നെ ഒരു അധ്യാപകനും പേരെനിക്ക് അത്ര ഓർമ്മയില്ല, പിന്നെ തിരുവനന്തപുരത്ത് നടക്കും ആൾക്കാർ വന്നിട്ട് ഭയങ്കര പരീക്ഷണങ്ങളും ഇത് കുഴിച്ചെടുക്കലും പരിപാടികളെല്ലാം നടന്നിന്. അതിൽ കുറേ ആ സാംസ്കാരിക കാലഘട്ടത്തിലുണ്ടായ കുറേ വസ്തുക്കളുണ്ടായിന്. അത് പഠനത്തിനായിട്ട് കൊണ്ടുപോയിട്ട് പുരാവസ്തു വകുപ്പാണ് ഈ ഇത് നടത്തിയത്. അപ്പോൾ അതിന് ശേഷം കുറേ ആൾക്കാർ പിന്നെ പഠനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുഴിച്ചെടുക്കാനായിട്ട് അനവധി, അതായത് പിന്നെ എന്തെല്ലോ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ ഇനിയും ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടായി. അപ്പോൾ ഇത് ഏകദേശം കാട് മൂടി, ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് മറ്റ് സർവേകളൊന്നും നടത്താതെ ഇതാ നിന്ന് പോയത്. പക്ഷേ ഇതിനടുത്ത് ഇഷ്ടംപോലെ ഉണ്ട് എന്നതിൽ സൂചിപ്പിക്കുന്ന സൂചനമായ കാര്യങ്ങൾ ഇതിന് ചുറ്റുവട്ടത്തിന് നമുക്ക് നടന്നു നോക്കിയാൽ വേണ്ടി കാണാൻ കഴിയും. പിന്നെ ഈ ഗുഹേനെ കുറിച്ചിട്ട് പല പല കെട്ടുകഥകളും ഉണ്ടെങ്കിലും ഇത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചരിത്രം കുറിപ്പുകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട്സായി ഇവർ കാണാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാനും വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ നാട്ടുകാർക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പിന്നെ കൃത്യമായൊരു പഠനങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ വരുന്ന തലമുറക്ക് ഇതൊരു ശിലായുഗ സംസ്കാരത്തിൻ്റെ ആ ഒരു പിന്നെ ഈ ഏരിയയിൽ ഉണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായി വേണ്ടി നല്ലൊരു പഠനം നടത്തണം എന്നാണ് പറയാനുള്ളത്. കരിന്തളം പഞ്ചായത്തിൽ നിന്ന് ഒരു പുതിയ പാലം വരുന്നുണ്ട് കുമ്പളപ്പള്ളിയിൽ. ആ കുമ്പളപ്പള്ളി പാലം കടന്നു കഴിഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഇവിടെ എത്തിപ്പെടാനുള്ളൂ. ഇതങ്ങനെ അത് ശരിക്കും ക്ലിയറായി തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോഡെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു മാറ്റമായിട്ട് വരും. അങ്ങനെ വരണം എന്നാണ് പറയാനുള്ളത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.